ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ളൊരു കറിയായിട്ടാണ്. പനീർ മട്ടർ ഗ്രേവി ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ഞാൻ ഫ്രൈഡ് റൈസ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പനീർ മട്ടർ ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി നമുക്ക് മട്ടർ പനീറിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ്. ഇതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പം സവാളയൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മീഡിയം തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം പാൻ മൂടി വെക്കാം. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് കറിക്ക് ആവശ്യമായ പനീറാണ്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പനീർ ഇവിടെ ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ പനീർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇത് കറിക്ക് ആവശ്യമായ ഗ്രീൻ പീസ് ആണ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുതിർത്തതിന് ശേഷം വേവിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അരച്ചെടുത്തതാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് കറിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിക്കണം. ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മുളക് പൊടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അരപ്പെല്ലാം നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ കറി നല്ല പാകത്തിന് ടേസ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി മൂടി മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. തിക്കായി ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം വരാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പനീറും കൂടെ ചേർത്ത് കൊടുക്കാം.
അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാം പനീറിലൊക്കെ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഇപ്പോൾ നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ പനീർ മട്ടർ മസാല റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഈ കറി നമുക്ക് ചൂടോടെ ചപ്പാത്തി, പൊറോട്ട, നാൻ, ജീര റൈസ്, ഫ്രൈഡ് റൈസ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.